എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ മുഴുവൻ ഒരൊറ്റ രാത്രി കൊണ്ട് ഞാൻ ദാനം ചെയ്തു. സുവിശേഷക്കാർക്കാണ് കൊടുത്തത്. ദാനം ചെയ്തെന്ന് വെച്ചാൽ അടുത്ത ദിവസം വണ്ടിക്കൂലി ഇല്ലാതെ ഞാൻ വണ്ടിക്കകത്ത് കയറി. വണ്ടിക്കകത്തോട്ട് കയറാൻ നേരം അദ്ദേഹം എനിക്കതൊരു ഷേക്ക് ഹാൻഡ് തന്നു. മനസ്സിലായോ? എൻ്റെ കൈക്കകത്ത് ഏതാണ്ടൊന്ന് തടഞ്ഞു കടലാസ്. വണ്ടിക്കകത്തോട്ട് കയറാൻ നേരം ലാസ്റ്റ് മൊമെൻറ്റിൽ, അവസാനത്തെ നിമിഷം ദൈവം എൻ്റെ കാര്യം സാധിച്ചു. വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. എങ്ങനെയാണ് വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം? 60 രൂപ, 18 രൂപ വണ്ടിക്കൂലി കൊടുത്തു. ബാക്കി 42 രൂപ ഉണ്ടായിരുന്നു. കട്ടറ വൈഷ്ണോദേവി, ഒരൊറ്റ ക്രിസ്ത്യാനി ഇല്ലാത്ത സ്ഥലത്ത്. എനിക്കൊരു ക്രിസ്ത്യാനി അറിയത്തുമില്ല. എൻ്റെ ഒരു ആരുടെയും അഡ്രസ്സില്ല. ചേട്ടൻ വിചാരിക്കും ആരാണ്ടൊക്കെ പറഞ്ഞു കാണുമായിരിക്കും, പൊയ്ക്കോ ഞങ്ങൾ നോക്കിക്കോളാം എന്നാരും പറഞ്ഞില്ല. ഞാൻ കട്ടറ വൈഷ്ണോദേവി ചെന്നിറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ 42 രൂപയുണ്ട്. 40 രൂപയ്ക്ക് ഒരു മുറി ഞാൻ വാടകയ്ക്കെടുത്തു. ഒരു മാസത്തേക്ക് 40 രൂപ. 2 രൂപയ്ക്ക് ഞാൻ 1 ലിറ്റർ പാല് വാങ്ങിച്ചു. അന്ന് 2 രൂപയേ ഉള്ളൂ. എൻ്റെ കയ്യിൽ പൈസ തീർന്നു. ഞാൻ മുറിക്കകത്ത് കമന്ന് കിടന്നു. സിമെൻറ്റ് തറയാ, നല്ലതുപോലെ തൂത്തതുപോലും അല്ല. വാടകയ്ക്ക് അങ്ങോട്ട് എടുത്തതേ ഉള്ളൂ. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, നീ എനിക്ക് ശാപ്പാട് തന്നാൽ ഞാൻ കാശ്മീരിൽ ജീവിച്ചിരിക്കും. നീ തന്നില്ലെങ്കിൽ ഞാൻ ചത്ത് ഇവിടെ കിടക്കും. വടക്കേന്ത്യയിൽ എൻ്റെ ശരീരം വളമായി തീരും. ഞാൻ വളമായില്ല, അന്നത്തേനേക്കാൾ തടിയുന്നുണ്ട്.